ഈ പെൺകുട്ടി ഒരു വലിയ ബസ് അപകടത്തിൽ പെട്ടിട്ട് അവിടെ 2 കൈകളും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. ഇത്ര വലിയൊരു അപകടം ഉണ്ടായിട്ടും 2 കൈകൾ നഷ്ടപ്പെട്ടിട്ടും ഈ പെൺകുട്ടി തളർന്നു പോയില്ല. തളർന്ന് കിടക്കാനുള്ള തീരുമാനം പുള്ളിക്കാരിക്കില്ല. പുള്ളി ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 2 പ്രോസ്തറ്റിക് കൈകൾ, വെപ്പ് കൈകൾ പുള്ളിക്കാരി വെക്കുകയാണ്. പക്ഷേ ഈ പ്രോസ്തറ്റിക് ഹാൻഡ്സ് വെച്ചിട്ടും പുള്ളിക്കാർക്ക് ഒരു കംഫർട്ട് ഇല്ലാത്ത ഒരു ഫീൽ. കാരണം ഓവർ വെയിറ്റ് ആയതുകൊണ്ട് അത് പുള്ളിക്കാരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം പുള്ളിക്കാരി ഒരു ഇംപ്ലാന്റിന് എന്ന് വെച്ചാൽ റിയൽ ആണ്, ഏതെങ്കിലും ആരുടെയെങ്കിലും മരിച്ചു പോകുന്ന ബ്രെയിൻ ഡെത്ത് ഒക്കെ വരുവാണെങ്കിൽ അങ്ങനെ ഒരു ഒറിജിനൽ കൈ വെച്ച് പിടിപ്പിക്കുന്ന ആഗ്രഹത്തിൽ ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്ത് ഡോക്ടർമാർക്ക് കൊടുക്കുക. അന്ന് ഈ പെൺകുട്ടി സൈൻ ചെയ്ത് കൊടുത്തതിന്റെ അതേ ദിവസം തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് മറ്റൊരു ബോഡി കൂടി എത്തി. ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡന്റിൽ ബ്രെയിൻ ഡെത്ത് ആയി പോയതാണ്. അപ്പോൾ ആ പുള്ളിക്കാരന്റെ കൈകൾ ഈ പെൺകുട്ടിയുടെ കൈകളിലേക്ക് വെച്ച് പിടിപ്പിക്കുവാൻ അന്ന് അവരെ തീരുമാനിക്കണം. ഏകദേശം 13 മണിക്കൂർ അത്രത്തോളം നീണ്ടു നിന്ന ഒരു സർജറിയാണ് അവിടെ നടന്നത്. കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു കാര്യം കൂടിയാണ് ഈ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്താണെങ്കിലും സെറ്റ് ചെയ്ത്, പക്ഷേ ഒരു ഏറ്റവും ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് ആണ്. ഈ ആണിന്റെ കൈ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാസ്കുലിൻ ആണ്, മസിലൊക്കെ ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് പുള്ളിക്കാരൻ്റെ സ്കിൻ കളറൊക്കെ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അത് സെറ്റ് ചെയ്തപ്പോൾ ചെറിയ വൃത്തിയേടും കാര്യങ്ങളൊക്കെ തോന്നിയെങ്കിലും പതുക്കെ ഇതിൻ്റെ കളറ് മാറാൻ തുടങ്ങി കൈയുടെ. പിന്നെ ഈ മസിലൊക്കെ ചുരുങ്ങി നോർമൽ ആ പെൺകുട്ടിയുടെ കൈ പോലെ തന്നെ ഇത് രൂപമാറ്റം സംഭവിക്കുക. പക്ഷേ സാധാരണ ഈ ട്രാൻസ്പ്ലാന്റ് ഒക്കെ നടത്താൻ അത്രത്തോളം പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ എന്തോ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഭാഗ്യവശാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ സെറ്റായി വന്നു. ഡോക്ടർമാർ പറഞ്ഞത് ഈ ഞരമ്പുകൾ നല്ല രീതിയിൽ രക്തോട്ടമൊക്കെ ആയിട്ട് കണക്റ്റ് ആയിട്ട് സ്വന്തം ഒരു ശരീരഭാഗമായിട്ട് എടുത്ത് അത് മാറിയാണെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഡെഫിനറ്റ് ആയിട്ട് ഒരു ആൻസർ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും കൊള്ളാം, ആ പെൺകുട്ടി ഫൈറ്റ് ചെയ്തു. യെസ്, കൈകൾ പോയി. പക്ഷേ എന്നിട്ടും തളരാതെ പ്രോസ്തറ്റിക് കൈ വെച്ചപ്പോൾ അതൊരു കംഫർട്ട് അല്ലാതെ പുള്ളിക്കാരിക്ക് തോന്നിയതുകൊണ്ട് ഇംപ്ലാന്റ് റിയൽ ഹാൻഡുകൾ വെക്കാൻ തീരുമാനിച്ച ആ ഡിസിഷൻ മേക്കിംഗ്, ആ തീരുമാനത്തിലാണ് പുള്ളിക്കാരുടെ ജീവിതം വരെ മാറിപ്പോയത്. അപ്പോൾ ഏത് സാഹചര്യമാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ ഇരുന്നൊന്ന് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ സാഹചര്യങ്ങൾ പോലും നമുക്ക് ഇതുപോലെ അനുകൂലമായിട്ട് വരും. സോ അതുകൊണ്ട് തോറ്റം കിടക്കരുത്. ഒരു അടി കിട്ടി അവിടെ കിടന്ന് ഉറങ്ങാതെ തിരിച്ച് ഫൈറ്റ് ബാക്ക് ചെയ്യുക. അങ്ങനെ ഫൈറ്റ് ബാക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വരുമെന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഈ പെൺകുട്ടിയുടെ സ്റ്റോറി.